26 വർഷത്തെ വിശ്വാസം, ലക്ഷക്കണക്കിന് സന്തോഷകരമായ ദാമ്പത്യങ്ങൾ. കല്യാണം എന്നാൽ കേരള മാട്രിമോണി തന്നെ. പ്രവാസി പെൻഷൻ തുക വിതരണം മുടങ്ങിയതിൽ വ്യാപക പ്രതിഷേധം. തുക ലഭിക്കാത്തത് സാധാരണക്കാരായ പ്രവാസി കുടുംബങ്ങളിൽ കടുത്ത സാമ്പത്തിക പ്രതിസന്ധി സൃഷ്ടിക്കുകയാണ്. പ്രവാസികളുടെ ന്യായമായ അവകാശങ്ങൾ ഉറപ്പാക്കാൻ അടിയന്തര നടപടികൾ സ്വീകരിക്കണമെന്ന് ആവശ്യപ്പെട്ട് മുഖ്യമന്ത്രിക്ക് കത്ത് ലഭിച്ചു. 3 മാസമായി പ്രവാസി പെൻഷൻ തുകയുടെ വിതരണം മുടങ്ങിയതിൽ ഗുരുതര വീഴ്ചയെന്ന ആരോപണം ശക്തമാവുകയാണ്. പെൻഷനെ ആശ്രയിച്ച് ജീവിക്കുന്ന നിരവധി കുടുംബങ്ങൾക്ക് മാസങ്ങളായി തുക ലഭിക്കാത്തത് സാധാരണക്കാരായ പ്രവാസി കുടുംബങ്ങളിൽ കടുത്ത സാമ്പത്തിക പ്രതിസന്ധി സൃഷ്ടിച്ചിട്ടുണ്ടെന്ന പരാതിയുമായി വിവിധ സംഘടനകൾ രംഗത്തെത്തിയിട്ടുണ്ട്. ക്ഷേമനിധിയിലേക്ക് വർഷങ്ങളായി വിഹിതമടച്ച പദ്ധതിയുടെ ഭാഗമായവരാണ് ഇപ്പോൾ ബുദ്ധിമുട്ടിലായിരിക്കുന്നത്. ഇതിലൂടെ സർക്കാരിന്റെ പ്രവാസികളോടുള്ള മനോഭാവമാണ് വെളിവാകുന്നതെന്ന് ബഹ്റൈൻ നവകേരള വാർത്താക്കുറിപ്പിലൂടെ അറിയിച്ചു. പ്രവാസികളുടെ ക്ഷേമം സംരക്ഷിക്കുന്നതിൽ സർക്കാർ കൂടുതൽ ഉത്തരവാദിത്വത്തോടെ ഇടപെടണമെന്നും പ്രവാസികളുടെ ന്യായമായ അവകാശങ്ങൾ ഉറപ്പാക്കാൻ അടിയന്തര നടപടികൾ സ്വീകരിക്കണമെന്നും ആവശ്യപ്പെട്ടുകൊണ്ട് കേരള പ്രവാസി ക്ഷേമനിധി ബോർഡിനും മുഖ്യമന്ത്രിക്കും ബഹ്റൈൻ നവകേരള കത്തയച്ചിട്ടുണ്ട്. കഴിഞ്ഞ 3 മാസമായി സംസ്ഥാനത്തെ പ്രവാസി പെൻഷൻ വിതരണം മുടങ്ങിയിരിക്കുകയാണ്. മരുന്നിനും മറ്റു ദൈനംദിന ജീവിത ചെലവുകൾക്കുമായി മാസം ലഭിക്കുന്ന തുച്ഛമായ പെൻഷൻ ആശ്രയിച്ചു കഴിയുന്ന വയോധികരായ പ്രവാസികളാണ് ഇതോടെ ദുരിതത്തിലായത്. പെൻഷൻ തുക 5000 രൂപയായി ഉയർത്തണമെന്ന് വിവിധ പ്രവാസി സംഘടനകൾ ആവശ്യപ്പെട്ടിരുന്നു. എന്നാൽ ഇതിനിടെയാണ് ലഭിച്ചുകൊണ്ടിരുന്ന തുച്ഛമായ പെൻഷൻ തുകയിൽ സർക്കാർ മുടക്കം വരുത്തിയത്. ഇതോടെ പെൻഷൻ ലഭിച്ചുകൊണ്ടിരിക്കുന്ന 98,000-ഓളം പ്രവാസി കുടുംബങ്ങളെ പ്രതിസന്ധി ബാധിച്ചു. ജീവിതത്തിന്റെ യൗവനകാലം കഷ്ടപ്പെട്ട പ്രവാസികൾക്ക് വാർദ്ധക്യത്തിലും ദുരിതം അനുഭവിക്കേണ്ടി വരുന്നെന്ന് സംഘടനകൾ പറയുന്നു. മുടങ്ങിയ പെൻഷൻ വിതരണം എത്രയും വേഗം പുനരാരംഭിക്കാത്ത പക്ഷം ശക്തമായ പ്രതിഷേധത്തിലേക്ക് കടക്കുമെന്നാണ് പ്രവാസികൾ പറയുന്നത്. ന്യൂസ് ഡെസ്ക് സീ മലയാളം ന്യൂസ്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽത്തുമ്പിലറിയാൻ സീ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.